തോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നമ്മൾ. തോട്ട ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ബേസിക്കലി ഇയാള് പാവമാണ്. അങ്കമാലി എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ പ്രധാനമന്ത്രിയുടെ കാര്യം നമുക്കറിയില്ല. പക്ഷെ എന്നാലും അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്തിന് കേരളത്തിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ചുള്ള പ്രത്യേകത എന്താണ്? വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോഴില്ല, പണ്ട് കാലങ്ങളിൽ അവിടെ പന്നി, ഒട്ടുമിക്ക വീട്ടിലും പന്നി കൃഷിയുള്ള വീടുകളായിരുന്നു. ഇപ്പോൾ അപ്പൊ അതാണ് ഈ പടത്തിൽ കൂടുതലും. അതാണ് പോർക്ക് മൊത്തമായിട്ട് നിറഞ്ഞു നിൽക്കുന്നല്ലേ സിനിമയിൽ. അങ്കമാലി പോർക്കുകൾ എന്നാണ് പണ്ട് നമ്മൾ എറണാകുളത്തേക്ക് അമ്മയുടെ വീട്ടിലേക്ക് നിൽക്കാൻ പോകുമ്പോഴൊക്കെ അങ്കമാലി പോർക്കുകൾ എന്നുള്ള അങ്ങനെ കളിയാക്കാറുണ്ട്. അപ്പോൾ ഈ പോർക്ക് ബിസിനസ്സിലുണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഇവരെ ഒരു സാധനം ഉണ്ടാക്കാൻ പഠിപ്പിക്കണമെന്നാണ്. ഇപ്പം പുറത്തെ പാറയിലൊക്കെ ഭയങ്കര നനവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഉള്ളിലുള്ള ചീലെടുക്കുന്നത്, എന്നാലാണ് സ്പാർക്കിംഗ് ഉണ്ടാവുള്ളൂ. സ്പാർക്കിംഗ്. രേഷ്മയുടെ ക്യാരക്ടർ എന്താ ഇതിനകത്ത്? ഇതിനകത്ത് ആ പ്രണയം അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഇതിനകത്ത്? പ്രണയം എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഇല്ല ഞാൻ അടുക്കളയിലേ കയറിയിട്ടില്ല. ആക്ച്വലി ഞാൻ ഇന്നത്തെ അവരുടെ പെപ്പയുടെ കൂട്ടുകാരന്റെ പെങ്ങളായിട്ടാണ് ആദ്യം വരുന്നത്. പെപ്പെ എന്ന് പറയുന്നത് ആന്റണിയുടെ ക്യാരക്ടറിന്റെ പേര് പെപ്പെ എന്നാണ്. വിൻസെന്റ് പെപ്പെ. ഓ, നല്ല ക്യാരക്ടർ നെയിമാണ് വിൻസെന്റ് പെപ്പെ. അതെ, വിൻസെന്റ് ഗോമസിനെ പോലെ ആവട്ടെ. അപ്പോ പെപ്പയുടെ ആ കൂട്ടുകാരിയുടെ പേരെന്താണ്? ലിച്ചി. അപ്പോൾ പെപ്പേനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. ആദ്യം എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നത്. പിന്നെ പെട്ടെന്നൊരു ട്വിസ്റ്റാ. അത് കണ്ടുനോക്കിയിട്ട് എല്ലാവരും ട്വിസ്റ്റ് എന്താണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല, അത് കണ്ടുനോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. വിറ്റോയുടെ ക്യാരക്ടർ ടെണ്ണമ്മൽ തോമസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഗുണ്ടയാണോ? ഗുണ്ടല്ല, അതായത് ഒരു പള്ളിയങ്ങാടി ടീം എന്നാണ്. അപ്പൊ അതിനകത്ത് പിന്നെ ഇവര് ഒരു ടീം മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ് കാര്യങ്ങൾക്ക് എല്ലാത്തിനും കാര്യങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു ചെറിയൊരു ഒരു പരിപാടിയായിട്ടുള്ള ഒരു പരിപാടിയാണ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്? എങ്ങനെയായിരുന്നു ഈ 86 പേരെ എങ്ങനെ സെലക്ട് ചെയ്തു? 84 പേരെ എങ്ങനെ സെലക്ട് ചെയ്തു? എന്നെ സെലക്ട് ചെയ്ത് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ചെയ്ത ഷോർട്ട് ഫിലിം? ബലിയാട് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് എന്നെ ലിജോ ചേട്ടനും ചെമ്പൻ ചേട്ടനും വിളിക്കണത്. അതിനുശേഷം ഓഡീഷൻ ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. മലയാളത്തിലെ ഒരു നടനാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ. ചെമ്പൻ വിനോദാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ രചിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും അങ്കമാലി ഡയറീസ് ഈ പറഞ്ഞതുപോലെ ഒരു സൂപ്പർ ഹിറ്റായി. ഈ 1000 വെച്ച് വരച്ചുള്ള ഷോട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണട്ടെ, അതിനെപ്പറ്റി ചർച്ചയാവട്ടെ, എല്ലായിടത്തും സൂപ്പർ ഹിറ്റായിട്ട് പോട്ടെ. ഇവരുടെ ഒരു പാട്ടുണ്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട്, അങ്കമാലി പ്രാഞ്ചി പാടിയ ഒരു പാട്ടുണ്ട്. അത് തീയാമ എന്ന് പറഞ്ഞ പാട്ട് ഇപ്പം ഭയങ്കര ഹിറ്റായി, ഭയങ്കര വൈറലായി പോയതാണ്. ഇറക്കിയ ദിവസം തന്നെ ഒരുപാട് യൂട്യൂബ് വ്യൂസ് ഒക്കെ വന്ന പാട്ടായിരുന്നു. സോ ഇതല്ലാണ്ട് വേറൊരു പാട്ടുണ്ട്, അത് നമ്മുടെ സിനോജാണ് പാടിയിട്ടുള്ളത് അല്ലേ? സിനോജ് പാടാം. ചായക്കടക്കാരാ നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരില്ല. ചായക്കടക്കാരാ നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരില്ല. ലല്ലാ ലാ 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 ലല്ലാ ലാ 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 ലല്ലാ 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 ലാ 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 ലല്ലാ ലല്ലാ. ഇരുനാഴി അരിയെടുത്ത് ദോശ 40 ചുട്ടുവെച്ച്, ഇരുനാഴി അരിയെടുത്ത് ദോശ 40 ചുട്ടുവെച്ച്, അതിലൊന്ന് എടുത്ത് നോക്കിയാ ബോംബെ പട്ടണം മുഴുവൻ കാണും. ചായക്കടക്കാരാ നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരും. ഓഹോ, ബ്രില്യന്റ്.